ദേവിക കരയുന്ന കണ്ടിട്ട് ഒരു വിഷമം തോന്നുന്നില്ലേ? എടാ, നിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരല്ലേ ഞങ്ങള്. നിന്റെ എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ തീർത്തു തരും. അതാരും അറിയയില്ല. എടാ, നീ ഞങ്ങളോടെങ്കിലും ഒന്ന് പറ, എന്താ കാര്യം? നന്ദു, എന്താ പറ്റിയ നന്ദു? ഞാനും മുരളേട്ടനൊന്നും ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? അന്ന് പനി വന്നത് മുതല് നന്ദു മറ്റേതോ ആളെ പോലെ പെരുമാറുന്ന. മുരളേട്ട, നന്ദുനെ എന്തോ ഒരു കാര്യം വിഷമിപ്പിക്കുന്നുണ്ട്. അതെന്താന്ന് അറിഞ്ഞേ പറ്റൂ. നന്ദു, പറ നന്ദു, നന്ദുന് എന്താ പറ്റിയേ? പറ നന്ദു. എന്താ നന്ദു? ദേവിക, വേണ്ട. ദേവിക, ഇങ്ങനെ കരയല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം നമുക്ക്. മോളെ, വിഷമിക്കല്ലേ. അതെന്തായി കാണിക്കുന്നെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പേടിയാവാ. വേണ്ട, എന്തോ കുഴപ്പത്തിലാ നന്ദൻ. മോളെ കരയല്ലേ. ഈശ്വര, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? മോളെ, മോളെ കരയില്ലേ മോളെ. നന്ദ, നമുക്ക് വീട്ടിൽ പോയാലോ? നന്ദ, നീ വാ, നമുക്ക് തിരിച്ചു പോവാം. അതെ മാഡം, ഞാനിവിടെ ഓഫീസിലുണ്ട്. ഞാൻ വീട്ടിലെത്തിക്കോളാം. ഇല്ല മാഡം, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി മാഡം. എന്താ സിപ്പി പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഋഷിയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ? രാഗരാജ, കാര്യങ്ങൾ ഗുരുതരമാവാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഋഷിക്ക് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഋഷിയുടെ കൂട്ടുകാരെ ഞാൻ കണ്ട് സംസാരിച്ചു. അവരും ആകെ ടെൻഷനില്ല. അയ്യോ, അന്വേഷണം നടന്ന ഇതിപ്പോ എന്റെ തലേ വരുമല്ലോ. താൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ഋഷി ഇപ്പൊ എവിടെ പോയതായിരിക്കും സിപ്പി?
ഏറ്റവും അടുത്ത കൂട്ടുകാരെ പോലും ഋഷി വിളിക്കുന്നില്ല. എന്തോ ആപത്തവന് വന്നിട്ടുണ്ട്. CP ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. CP, നമുക്ക് കാര്യങ്ങൾ അരുന്ധതി മാഡത്തോട് പറയാം. മാഡം തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കട്ടെ. മാഡം പോലീസിൽ അറിയിച്ചോളൂന്നേ. വേണ്ട വേണ്ട, മാഡം ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളൂ. ഇക്കാര്യം പറഞ്ഞാ ആകെ പ്രശ്നമാവും. പോലീസിൽ അറിയിക്കുന്നതൊക്കെ പിന്നെ മതി. അന്വേഷണം വന്ന ഋഷി പ്രഭാവതി ആക്രമിക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ വരും. അതുകൊണ്ട് അത് വേണ്ട. CP, പ്രഭാവതിയോ മറ്റോ എന്തെങ്കിലും ചെയ്തു കാണുമോ? പ്രതികാരം തീർക്കാൻ ഒരുപാടുണ്ടല്ലോ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. നമുക്ക് കുറച്ചുകൂടി കാക്കാം. അല്ലാതെ എന്ത് ചെയ്യാന്? അവർ പറഞ്ഞ പോലെ ഇനി സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങുകയാണെങ്കിലോ? 2-3 ദിവസം കൂടെ കാക്കാം. എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത നീക്കത്തെ കുറിച്ച് ആലോചിക്കാം. മുരളിയേട്ടൻ പറ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അവിടെ അച്ഛനോടും അമ്മയോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? മോളെ നീ ഒന്ന് സമാധാനിക്കേ. എല്ലാരും പറയുന്നു സമാധാനിക്ക. എന്റെ നന്ദുന് എന്താ പറ്റിയെന്ന് പോലും അറിയില്ലല്ലോ. ദേവിക, ഇങ്ങനെ കരഞ്ഞു ബഹളം വെച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്ത് വേണമെന്ന് മുരളിയേട്ടൻ പറ. നന്ദുന് ഇങ്ങനൊരു അവസ്ഥ വന്നെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. സിനിമയിലും കഥയിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒക്കെ ശരിയാവും ദേവിക. എന്തോ ആലോചിച്ചിരിക്കുകയാണോ അതോ മനസ്സ് ശൂന്യമായി പോയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉള്ളേട്ടാ, നമുക്കൊരു ഡോക്ടറെ കാണിച്ചാലോ? ഏത് ഡോക്ടറെ കാണാനാ? ആദ്യം സിദ്ധാർത്ഥൻ സാറിനെ ആന്റിയും കാണാം. MLA ദേവികയുടെ ഭർത്താവിന് സുഖമില്ലെന്നൊരു വാർത്ത ഉണ്ടാക്കാൻ നിൽക്കണ്ട. മോളെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ആന്റി? ഒരു ജോലിസിനെ ചെന്ന് കാണാം. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് വേണം ആദ്യം തീർക്കാൻ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാ അത് ദോഷം തന്നെയാ. അറിഞ്ഞോണ്ടൊരാള് കൈവശം കൊടുത്താലും മതി. മോളെ ശരിയോ തെറ്റോ ആവട്ടെ, ജോലിസിനെ ചെന്ന് കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ MLA ആയതിന്റെ പ്രയാസം ഉണ്ടാവും ചിലർക്ക്. അങ്ങനെ കണ്ണേര് കിട്ടിയതാവും. പറയണത് മനസ്സിലാക്കും മോളെ. നിങ്ങൾ വിഷമിക്കുന്നത് കാണണം. അതിനുവേണ്ടി എന്തോ പൊടിയോ മറ്റോ കലക്കി ഭക്ഷണത്തിൽ ചേർത്തു. കൈവിഷം അത് ഉറപ്പാ. കൈവിഷം ഉള്ളി പോയത് തന്നെയാ. അതൊക്കെ വരട്ടെ. ദേവിക, ഇപ്പൊ നന്ദനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാം. ഞാൻ അവനെ വിളിക്കാം. മോളെ മോളെ ചെല്ല്. നന്ദ, നന്ദ വാ, വീട്ടിലേക്ക് പോവാം. നടക്ക. നന്ദു, കേറ്.
ഈശ്വര, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? എന്താടാ നീ ചന്ദ്രത്ത് പോയില്ലേ? ഇല്ലമ്മേ, ഗിരി നന്ദൻ അന്വേഷിച്ച് നടക്കുമായിരുന്നല്ലോ. നന്ദൻ മുരളിയുടെ കൂടെ വന്നു എന്നറിഞ്ഞപ്പോ ഗിരി വിളിച്ച് വേഗം വരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. വഴിയിൽ വെച്ചാ ഗിരിയെ കണ്ടേ. മോള് നന്ദനോട് സംസാരിച്ചോ? ഇല്ലെന്നേ, കണ്ടു. പിന്നെ എന്ത് ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല. എന്തായാലും നന്ദനെ കണ്ടുപിടിച്ചല്ലോ. സമാധാനമായിട്ട് വീട്ടിലും എത്തി. എല്ലാവരെയും കൂടെ കണ്ട് നന്ദന് വെപ്രാളം വരണ്ടെന്ന് കരുതിയിട്ടാ നിന്നോട് പോരാൻ പറഞ്ഞത്. പിന്നെ ഞാൻ അവന്റെ കൂടെ നിൽക്കുന്ന അവന് സന്തോഷം. നന്ദന് മാത്രമല്ല, ദേവിക്ക് നീ അവിടെ നിൽക്കുന്നത് തന്നെ സന്തോഷം. അവളുടെ സന്തോഷം. ദുഃഖമൊക്കെ അഭിനയിച്ച് നന്ദനെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്ന കണ്ടാലറിയാം അവളുടെ സന്തോഷം. അവളാ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി. ദേവിക അതിന് എന്ത് ചെയ്തു മോളെ നീ പറയുന്നേ? നന്ദൻ അസുഖമാണെന്ന് അറിഞ്ഞിട്ടും അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നില്ലേ? ആ സമയത്തല്ലേ നന്ദൻ വീട്ടിൽ നിന്ന് പോയത്. ഭർത്താവിനൊരു ജലദോഷം വന്നാൽ പോലും നമ്മൾ ഭർത്താവിനെ വിട്ടിട്ട് പോവോ? ആരെ ഇട്ടിട്ട് പോയിന്നാ നീ പറയുന്നത്? ഒരു വലിയ ഫംഗ്ഷൻ ഒഴിവാക്കിയിട്ടാ ദേവിക നിന്നത്. അതും സ്വന്തം അനിയത്തിക്ക് വാക്കു കൊടുത്തത്. ചാരികയെ കണ്ട് സമാധാനിപ്പിക്കാനാ ദേവിക പോയത്. ആ സമയത്ത് നന്ദൻ ഇറങ്ങിപ്പോയതിന് അവളെന്ത് പിഴച്ചു? അവൾ എന്ത് പിഴച്ചെന്നോ? പിഴച്ചത് അവക്കല്ല, എനിക്കാ. അവളെ വീട്ടിൽ കയറ്റില്ല എന്ന് അമ്മ കടുംപിടുത്തം പിടിച്ച് നിന്നപ്പോ ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയില്ലേ? അതാ എനിക്ക് പറ്റിയ പിഴവ്. സമ്മതിക്കരുതായിരുന്നു. അവളെ ചന്ദ്രോത്തിന്റെ പടി ചവിട്ടിക്കരുതായിരുന്നു. ദേവികയെ പടി ചവിട്ടിക്കാനേ നന്ദനുണ്ട്. നീ അന്ന് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ അവർ നിന്റെ സഹായം വാങ്ങില്ലായിരുന്നു. നീ അവർക്ക് അന്ന് ചെയ്ത ഉപകാരത്തിന്റെ ഒരു സന്തോഷം നീ ആയിട്ട് തന്നെ ഇല്ലാതാക്കുക. അവളെ സഹായിച്ചിട്ട് കിട്ടുന്ന സന്തോഷം എനിക്ക് വേണ്ട. എന്നാലും അസുഖമായിട്ട് കിടക്കണ നന്ദനെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം വീട്ടിൽ ചെന്ന് അനിയത്തുമായിട്ട് കുശലം പറഞ്ഞിരിക്കാൻ അവക്ക് എങ്ങനെ തോന്നി? മതി, നിർത്ത്. എല്ലാം അറിയായിരുന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കല്ലേ. ഒന്നും പറയുന്നില്ല ഞാൻ. മോൾ എന്താ മോളെ ഇങ്ങനെ? ദേവിക ഒരു പാവല്ലേ? അമ്മേ, ഞാനൊന്നും പറയുന്നില്ല. ഒരു പാവം പോലും. നന്ദ, പലവട്ടം നിന്നോട് ഞങ്ങൾ ചോദിച്ചു, നിന്റെ മനസ്സിലെന്താന്ന് നീ തുറന്നു പറ. നീ എന്തിനാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഈ വീട്ടിൽ താമസിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നന്ദു, മനസ്സിലെന്താന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. എന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ എന്താ ഞങ്ങളെ പരീക്ഷിക്കണം? അയ്യോ അച്ഛ, വേണ്ട. സിദ്ധു, എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും മോളെ? എത്ര സ്നേഹത്തോടെ ചോദിക്കുന്നത്. നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം മിണ്ടായിരിക്കാം. സിദ്ധു, നമുക്ക് നന്ദനെ ഒരു ഡോക്ടറെ ഉടനെ തന്നെ കാണിച്ചാലോ? നീ കരയാതെ മോളെ, നേരെ ഒന്ന് വെളുത്തോട്ടെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാം. മോനെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ?
നന്ദു, എന്താ പറ്റിയ? നന്ദു, എന്താന്ന് എന്നോട് പറ നന്ദു. നന്ദുന് എന്താ പറ്റിയ? എന്താ നന്ദു? ഇത്തിരി വെള്ളം. എന്താ മുരളേട്ടാ ഇങ്ങനെ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം, നന്ദന്റെ കാര്യമല്ലേ? നന്ദനും ദേവികയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് പറയാത്തത് പോട്ടെ, ദേവികയോട് പോലും പറയാത്ത രഹസ്യം നന്ദൻ മനസ്സിൽ സൂക്ഷിക്കാന്ന് വെച്ചാ ആ രഹസ്യം അത്രയും കുഴപ്പം പിടിച്ചാണെന്ന് അർത്ഥം. എന്തൊക്കെയാണെങ്കിലും ശരി, അവൻ കാണിക്കുന്നത് മര്യാദകേടാ. സത്യത്തിൽ ചെകിട്ടത്തൊരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നിയത്. ദേവികയെ പോലൊരു ഭാര്യയോട് കാര്യങ്ങൾ മറച്ചു വെക്കാന്ന് വെച്ചാ നന്ദൻ എന്തോ പേടി കാണിക്കുന്നല്ലേ പറഞ്ഞ്? അതെ, നിലവിളിക്കുക, പേടിച്ച് മുഖം പൊത്തി വെക്കുക. എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്തവരാ സാധാരണ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്. അത് നന്ദൻ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നന്ദൻ എന്ത് തെറ്റിയാനാ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. നന്ദന്റെ രീതികളൊക്കെ വെച്ച് ചിന്തിച്ചപ്പോ ഇനി അങ്ങനെ എന്തെങ്കിലും പേടിയാണോ? വെറുതെ തോന്നിയതാ. ഏയ്, അവൻ അങ്ങനെ ഒരു കുറ്റം ചെയ്യാനായിട്ട്. ഏയ് അല്ല, എന്റെ മുരളേട്ടാ, ഞാൻ പറഞ്ഞു അങ്ങ് സീരിയസ് ആക്കിയോ? പല വഴിയിലൂടെയും കാര്യങ്ങൾ ചിന്തിച്ചു, അപ്പൊ തോന്നിയതാ. ഏയ് ഇല്ലില്ല, വാദത്തിന് വേണ്ടി നന്ദൻ അങ്ങനെ ചെയ്തു എന്ന് വയ്ക്കാം. പക്ഷെ അവനത് എന്നോട് പറയില്ലേ? വീണ്ടും ഞാൻ വെറുതെ ചോദിക്കുന്നതാണേ. തുറന്നു പറയാവുന്നതിലും അപ്പുറത്ത് എന്തെങ്കിലും കുറ്റമാണ് ചെയ്തതെങ്കിലോ? അത് ശരി, നീ പറഞ്ഞു പറഞ്ഞ് അവനൊരു ക്രിമിനൽ ആക്കുമല്ലോ. അവൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവുന്നാണ് നീ പറഞ്ഞു വെക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്തു ചോദിച്ചിട്ട് നന്ദനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ഇതും കൂടിയേ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരു ഉറുമ്പിനെ കൊന്നാൽ കൂടി പിന്നെ ആ വിഷമത്തിൽ നടക്കുന്നവനവൻ. പിന്നെ ഇതെന്താ പ്രശ്നം? അത് പുറത്തു വരാൻ അവൻ തന്നെ വിചാരിക്കണം. ഉറങ്ങുന്നില്ലേ? ഇല്ല. നന്ദു, ഞാൻ ആരാന്നറിയോ? ഇതെന്താന്നറിയോ? ഈ താലി കഴുത്തി കിടക്കുമ്പോ എനിക്ക് എന്ത് അഭിമാനവും വിശ്വാസമൊക്കെ ആണെന്നറിയോ? ഈ താലി കെട്ടിയ ആള് എന്നും എന്റെ സ്വന്തമായിരിക്കുമെന്നും അയാൾക്ക് ഞാൻ സ്വന്തമാണെന്നും ഏതാപത്തിലും
പരസ്പരം രക്ഷിച്ചു നിൽക്കുമെന്നൊക്കെ കരുതി. പക്ഷെ എന്റെ വിശ്വാസം ഒന്നും സത്യമല്ല. ഇപ്പൊ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തില് നന്ദു ഏതോ ഒരു രഹസ്യം ഭാര്യയായി എന്നിൽ നിന്നും മറച്ചു പിടിക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നന്ദുവിന്റെ ഈ അവസ്ഥയിൽ ഞാനും എത്തും. ഞാനും ഉൾവലിഞ്ഞ് ഒരു മുറിയിലായി പോവും. ആരെന്ത് ചോദിച്ചാലും മറുപടി പറയാതെ ശൂന്യമായിട്ട് അങ്ങനെ നന്ദുവിനെ പോലെ ഞാനും ഉണ്ടാവും.